വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. നിലമ്പൂരിൽ യുഡിഎഫിന് ജനങ്ങൾ സമ്മാനിച്ചത് ചരിത്ര വിജയമെന്ന് ആര്യടൻ ഷൌക്കത്ത് എംഎൽഎ. നിലമ്പൂർ മണ്ഡലവും നഗരസഭയും തിരിച്ചുപിടിക്കണമെന്നാണ് തന്നോടും യുഡിഎഫ് നേതാക്കളോടും പിതാവ് ആര്യടൻ മുഹമ്മദ് ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം ജനങ്ങൾ ഏറ്റെടുത്തതാണ് നിലമ്പൂരിലുണ്ടായ ചരിത്ര വിജയമെന്നും ആര്യടൻ ഷൌക്കത്ത് എംഎൽഎ പറഞ്ഞു. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഇലക്ഷന്റെ തലേദിവസം ഞാനിട്ടൊരു വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം ഞാനത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ എല്ലാ വാർഡുകളിലും ഞാൻ പോയി സന്ദർശിച്ച് അവിടെയുള്ള പൾസ് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ ആവേശം, ഒരു ചരിത്ര വിജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായി, പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ കാണുന്നൊരു വലിയ പ്രത്യേകത, പോത്തുകല്ല് പഞ്ചായത്ത് നമ്മുടെ കയ്യിലായിരുന്നില്ല, നഷ്ടപ്പെട്ട പഞ്ചായത്ത്. അമരമ്പലം നഷ്ടപ്പെട്ട പഞ്ചായത്ത്. നിലമ്പൂർ നഗരസഭ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം. ഈ മൂന്നും തിരിച്ചു പിടിച്ചത് നിലമ്പൂർ നഗരസഭ 5-4 ഭൂരിപക്ഷത്തിനാണ്. അതുപോലെ തന്നെ പോത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് 4-3 ഭൂരിപക്ഷത്തിനാണ്. അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ മുറിയിൽ കിടന്നിട്ട് അദ്ദേഹം UDFിൻ്റെ നേതൃത്വത്തോട്, ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത് നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണം. അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും നിലമ്പൂർ നഗരസഭയിൽ നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിലമ്പൂർ തിരിച്ചു പിടിച്ചു, നിലമ്പൂരിൻ്റെ നഗരസഭയും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അത് ശിരസ പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ട്. എനിക്ക് മാത്രമല്ല, UDFിൻ്റെ മുഴുവൻ ആളുകൾ. നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും UDF നേടുന്നത് ഇതാദ്യമാണ്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF സംപൂജ്യമായി. പോത്തുകൽ, അമരമ്പലം, നിലമ്പൂർ നഗരസഭ എന്നിവ പിടിച്ചെടുത്തത് ചരിത്ര ഭൂരിപക്ഷത്തിലാണ്. നിലമ്പൂർ നഗരസഭയിൽ 5-4 ഭൂരിപക്ഷമാണ് ലഭിച്ചത്. മറ്റു പഞ്ചായത്തുകളിൽ 3-2 ഭൂരിപക്ഷമാണ് ലഭിച്ചത്. എല്ലാ മത്സരങ്ങളിലും എതിരില്ലാത്ത ഗോളുകൾക്കാണ് UDF വിജയിച്ചത്. 2026 UDF അധികാരത്തിൽ വരും. ജനങ്ങളുടെ കൂടുതൽ കർമ്മനിരതനാകാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും ചരിത്ര വിജയം നൽകിയ ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും MLA പറഞ്ഞു. ജനങ്ങൾക്ക് 5 വർഷത്തെ LDFിന്റെ ഭരണവും അതിനു മുൻപത്തെ 10 വർഷക്കാലത്തെ UDFിന്റെ ഭരണവും വിലയിരുത്താൻ ഒരു അവസരം കിട്ടി എന്നതാണ്. ആ അവസരം വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായി. LDF എന്താണ്, അവരെ ഭരണമേൽപ്പിച്ചാൽ എന്താണ് നഗരസഭയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അതിൻ്റെ റിസൾട്ട് കൂടി ഈ ഇത്രയും തൂത്തുവാരാനുള്ള ഒരവസ്ഥയുണ്ട് എന്നതാണ് ഈ യാഥാർത്ഥ്യം. അല്ല, അതെനിക്കറിയില്ല, എവിടേക്കാണ് അദ്ദേഹം പ്രചരണം നടത്തിയത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയായാലും LDFിൻ്റെ 5 കൊല്ലത്തെ ഭരണപരാജയം, ഈ നിലമ്പൂർ നഗരസഭയിലെ ഭരണപരാജയം, ഒറ്റ കാര്യം നമുക്കറിയാലോ, ഈ നിലമ്പൂർ ബൈപ്പാസ് എന്താ ചെയ്തത് വാസ്തവത്തിൽ? എത്ര കാലമായി ഈ നഗരസഭയ്ക്ക് ഇതുപോലൊരു അവസരം ലഭിക്കണം? ബൈപ്പാസ് മാത്രമല്ല, നമ്മുടെ KSRTC ബസ് സ്റ്റേഷൻ, നമ്മുടെ ഓരോരോ നിലമ്പൂർ ഗവൺമെൻറ് കോളേജ്, നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസന പദ്ധതി, എത്ര കാര്യങ്ങൾ കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ പാതി വഴിയിൽ കിടക്കാനുള്ള കാരണം? ഇതുപോലൊരു അവസരം അവർക്ക് ഇനി കിട്ടാനുണ്ടോ? 5 വർഷത്തെ നഗരസഭ ഭരണം 9 വർഷമായിട്ട് നിലമ്പൂരിൻ്റെ MLA ഇടതുപക്ഷം, അത് കഴിഞ്ഞാൽ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം. ഇനി മറ്റൊരു റിസൾട്ട് കൂടി ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ MLAയുടെ ഒരു സംഘടനയുടെ പേര്, പഴയ MLAയുടെ സംഘടന UDFിന് നിരുപാധികമായി പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഇവിടെ നിലമ്പൂർ നഗരസഭയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ പടം വെച്ച് TMC എന്നും പറഞ്ഞിട്ട് 8 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ. വഴിക്കടവിലും 6-7 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്.
പിന്നെ മൂത്തേടത്ത് മത്സരിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെയാണ് മത്സരരംഗത്ത് ഉണ്ടായത്. പക്ഷെ അതിനൊന്നും നിലമ്പൂർ ഒരു വില കൊടുത്തില്ല എന്നത്, നിലമ്പൂരിലെ വോട്ടർമാർ വില കൊടുത്തിട്ടില്ല എന്നതും യാഥാർത്ഥ്യം. തുടർന്നും ഒപ്പമുണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.